ക്രൈംബ്രാഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ അതിൻ്റെ ഭാഗമായി ചുമതലപ്പെടുത്തി. അവരതിൻ്റെ ഭാഗമായി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. PSCക്കകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലേക്ക് വന്ന നിയമനത്തിലാണ് 1,25,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു നിയമനത്തിലാണ് 10 ചോദ്യങ്ങൾ ഉത്തരം പോലും വിലയിരുത്താതെ മാർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ 10 ചോദ്യങ്ങൾക്ക് കൂടി അതിൻ്റെ ഉത്തരങ്ങൾ കൂടി പരിശോധിക്കപ്പെട്ടിരുന്നെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ മാറ്റം വരുമായിരുന്നു. സമാനമായ രീതിയിൽ ഒട്ടനവധിയായ പരീക്ഷകളിൽ ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. KASന്റെ പരീക്ഷകളും സ്വാഭാവികമായി സംശയത്തിൻ്റെ നിഴലിലാണ്. PRDയിൽ നിയമനം നടത്തിയതിലും ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ കൂടിയായിരുന്ന ശ്രീ PM മനോജിൻ്റെ ബന്ധുവിന് നിയമനം നൽകുന്നതിന് വേണ്ടി മാത്രം PRDയുടെ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് പ്രിസം ജീവനക്കാർക്ക്, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണല്ലോ, പ്രിസം ജീവനക്കാർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകി അത് PSCയുടെ ഒരു ഉത്തരവായി തന്നെ കൊടുത്ത് അങ്ങനെ PSC ആവശ്യപ്പെടുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ഒരു നിർദ്ദേശം കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിസം ജീവനക്കാരെ 150ഓളം വരുന്ന ആളുകളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും 50ലധികം പേർക്ക് അതിൻ്റെ ഭാഗമായി നിയമനം നൽകാനുള്ള ശ്രമം നടത്തുകയും 15ലധികം പേരെ ഇപ്പോൾ നൽകിയ നിയമനത്തിൽ കൃത്യമായി തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിയുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർ തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾ ഉൾപ്പെടെ പലരെയും PRDയുടെ ഭാഗമായി പരിശോധിക്കുമ്പോൾ 200 ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് രജിസ്റ്റർ പരിശോധിച്ചതിന് ശേഷമാണല്ലോ പലപ്പോഴും ഉൾപ്പെടുത്താറുണ്ടായിരുന്നത്. ഈ പ്രിസം ജീവനക്കാർ എങ്ങനെയാണ് അതിൻ്റെ ഭാഗമാകുന്നത്? അതൊരിക്കൽ പോലും അതിൻ്റെ മുൻഗണനാ പ്രകാരമുള്ള പട്ടികയിൽപ്പെടുന്ന ആളുകളല്ല എന്നിരിക്കെ അങ്ങനെയുമൊക്കെ ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ PSCയിൽ ഒട്ടനവധിയായ നിയമനങ്ങളിൽ പോരായ്മകളുണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വളരെ കൃത്യമായി തന്നെ അതിനെ പരിശോധിക്കാൻ തീരുമാനിച്ചു, അന്വേഷണം പ്രഖ്യാപിച്ചു. PSCക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്, സ്വാഭാവിക ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിലുള്ള ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രിവിലേജ് എല്ലാം തന്നെ അവർ എടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പോൾ 4 ലക്ഷം രൂപയിലധികമാണ് PSCയുടെ ചെയർമാൻ്റെ ശമ്പളം. എത്ര ലക്ഷം രൂപയാണ് ശമ്പളം വാങ്ങുന്നത്? ഇത്രയും ശമ്പളം വാങ്ങി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ഇതുപോലെ ദ്രോഹം ചെയ്ത ആളുകളെ അതിൻ്റെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് PSCയുടെ ഓഫീസിന് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയെന്ന് തള്ളിക്കയറിയത്. ഇപ്പോൾ നാളെയും മറ്റന്നാളുമായി വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങൾ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇത്രയും സമരം ചെയ്തപ്പോഴും ഇപ്പോൾ ഞങ്ങളാണല്ലോ ഭരിക്കുന്നത്, ഞങ്ങൾ ഭരണം നടത്തുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയാണ്. ഈ DYFI എന്ന് പറയുന്ന സംഘടന പ്രതിപക്ഷത്തുണ്ടല്ലോ. DYFIയുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നോ? ഒരു വരിയെങ്കിലും എവിടെയെങ്കിലും നമ്മൾ സനോജിൻ്റെയോ വസീഫിൻ്റെയോ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഒരു വരി നമ്മൾ കണ്ടോ? കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഉറക്കമഴിച്ച് പഠിച്ച് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്നതിന് വേണ്ടി കാത്തുനിന്ന് അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ നടന്ന് അതിനുശേഷം പിന്നെ അവർ അഡ്വൈസ് വന്ന് അപ്പോയിൻമെൻറ്റ് വരുന്നവരെയുള്ള ഒരുപാട് ഘട്ടങ്ങളിൽ പ്രയാസപ്പെടുന്ന PSCയുടെ ഉദ്യോഗാർത്ഥികൾ ഈ കാണാവുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെയൊക്കെ എല്ലാ പ്രതീക്ഷകളും അട്ടിമറിച്ച് PSCയിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ ഉണ്ടായിരുന്നു എന്ന് പുറത്തു വന്നിട്ട് DYFIയുടെ ഭാഗത്തുനിന്ന് ഒരു വരി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? ഒരു വരി പോലും കണ്ടില്ല. ഇപ്പോൾ PSCയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ PSCയുടെ റാങ്ക് ലിസ്റ്റുകൾ പലപ്പോഴും അട്ടിമറിച്ചിട്ടുള്ളത് DYFIക്കാർക്ക് വേണ്ടിയിട്ടാണ്. ശിവരഞ്ജിത്തും നസീമിൽ നിന്നും തുടങ്ങി ഒട്ടനവധിയായ ആളുകൾ ഇതിൻ്റെ ഭാഗമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ പുറത്തു വരണം. അങ്ങനെ ക്രമവിരുദ്ധമായി സർവീസിൽ കയറിയിട്ടുള്ള ആളുകളെ പുറത്താക്കണം. ക്രമവിരുദ്ധമായി സർവീസിൽ ആളുകളെ കയറ്റാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം, അവരെ ജയിലിൽ അടക്കണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. ഓക്കെ. അല്ല, ആ പരിപാടിയിൽ ഞാൻ അന്ന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ DC പ്രസിഡന്റ് അറിയിച്ചിരുന്നതാണ്. അത് പറ്റുന്ന ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പേരിൽ അവർ പ്രതികരിച്ചാണ്. സമൂഹ മാധ്യമങ്ങൾ വെച്ചിട്ട് വിലയിരുത്തേണ്ടതില്ല. അത് ഞാൻ DC പ്രസിഡന്റ് ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് സംഭവിച്ചു പോരായ്മയായിരിക്കും. ഓക്കെ. അല്ല, അങ്ങനെയുള്ള പരസ്യ പ്രതികരണങ്ങളുടെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, ഒരിക്കലുമില്ല. ഈ ലോകകപ്പിൻ്റെ സംപ്രേഷണാവകാശം ഫിഫയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത് CTV എന്ന് പറയുന്ന ചാനലാണ്. അവരിൽ നിന്ന് അത് കേരളത്തിലെ സമ്പൂർണ്ണമായ അതിൻ്റെ പ്രക്ഷേപണാവകാശമുള്ളത് ഈഗിൾ FC ക്ലബ്ബ് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബിനാണ്. ഞങ്ങൾ ആ ക്ലബ്ബുമായി കൂടി അതോടൊപ്പം തന്നെ C ചാനലുമായി കൂടി ചർച്ച നടത്തിയതിന് ശേഷമാണ് നിയമസഭയ്ക്കകത്തൊരു സബ്മിഷൻ വന്നു. അന്ന് വൈകുന്നേരം തന്നെ അതിന് മുമ്പേ തന്നെ ചർച്ചകൾ നടക്കുന്നതാണ്. അന്ന് വൈകുന്നേരമാണ് ഫിഫയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ ചാനലിൽ നിന്നും ഔദ്യോഗികമായി കായിക വകുപ്പിന് മെയിൽ മുഖാന്തരം അനുവാദം കിട്ടുന്നത്. ഇത് കേരളത്തിനകത്ത് സൗജന്യമായ രീതിയിൽ സംഘടനകൾക്കോ ക്ലബ്ബുകൾക്കോ അതുപോലെ തന്നെ മറ്റാർക്കും തന്നെയും സൗജന്യമായ രീതിയിൽ ടിക്കറ്റ് വെക്കാതെ പണം ഈടാക്കാതെ പ്രദർശിപ്പിക്കാനുള്ള അനുവാദം നൽകുകൊണ്ടുള്ള ഒരു കത്ത് ലഭിക്കുന്നത്.
ഈഗിൾ FC ക്ലബ്ബ് നമ്മളോട് അതിന് സഹകരിക്കുക ചെയ്ത ആളുകളാണ്. അവർ വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യത്തിൽ കണ്ടത്. അതിന് ഞങ്ങൾ ഗവൺമെൻറ് എന്ന രീതിയിൽ ചർച്ച നടത്തുന്നതിന് മുമ്പ് തന്നെ 3ഓളം വരുന്ന കോട്ടയത്തെ 1-2 കോളേജുകൾക്ക് അതുപോലെ തന്നെ വയനാടുള്ള 1-2 സംഘടനകൾക്കൊക്കെ തന്നെ അവർ അനുവാദം നേരത്തെ കൊടുത്തിരുന്നു. ഗവൺമെൻറ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് അത് സൗജന്യമാക്കി. ഇപ്പോൾ അവരുടെ പോർട്ടലിൽ കയറി ആര് തന്നെ രജിസ്റ്റർ ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് അപ്രൂവൽ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിന് സാങ്കേതികമായ തടസ്സങ്ങളില്ല. അവർ വലിയ രീതിയിൽ ഇതിൻ്റെ സംരക്ഷണാവകാശം നേടിയെടുത്ത ആളുകളാണ്. പക്ഷേ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് ആവശ്യപ്പെട്ട പ്രകാരം ഈഗിൾ FC ക്ലബ്ബും അതിൻ്റെ ചെയർമാൻ ശ്രീ ഷാഫി മേത്തർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ പോസിറ്റീവായി പ്രതികരിക്കുകയും അവരും ഞങ്ങളുമെല്ലാം തന്നെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. അതിൽ വേറെ പ്രയാസങ്ങളില്ല. ടിക്കറ്റ് ഈടാക്കാതെ, പണം ഈടാക്കാതെ, വ്യാപാര താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടല്ലാതെ നടത്തപ്പെടുന്ന ഒരു ഷോയ്ക്കും യാതൊരു തരത്തിലുള്ള പരിമിതികളും ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്.